നിതിൻ, ഈ കടയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും സാധനങ്ങൾ നീക്കാനാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലേ? അതെ അതെ, സാധനങ്ങൾ നീക്കി തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ സാധനങ്ങൾ നീക്കി തുടങ്ങുമ്പോൾ വീണ്ടും തീ ഉള്ളിൽ നിന്ന് പുകഞ്ഞു തുടങ്ങുന്നുണ്ട്, തീ വീണ്ടും പുറത്തേക്ക് കത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ സാധനങ്ങൾ പൂർണ്ണമായിട്ടും നീക്കി പൂർണ്ണമായിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ഫയർഫോഴ്സ് സ്ഥലത്ത് വേണ്ട നടപടിയെല്ലാം തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഈ തീ പൂർണ്ണമായിട്ടും, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഈ സാധനങ്ങൾ ഈ കടകളിൽ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഓരോ സാധനങ്ങളായിട്ട് മാറ്റുമ്പോഴാണ് വീണ്ടും ഉള്ളിൽ നിന്നും ഈ താഴെ ഭാഗത്ത് കിടക്കുന്ന തീ വീണ്ടും മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ തീ വരുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ. അപ്പോൾ അത്തരത്തിൽ തീ വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. നിലവിലെ സ്ഥിതി ഇവിടെ നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിനുള്ളിൽ ഇത്രയോളം സാധനങ്ങൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്നത് തന്നെയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരു വെല്ലുവിളിയായി മാറുന്നത്. അപ്പോൾ ഇനി പൂർണ്ണമായിട്ടും ഇത് തീ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമോ അതെല്ലാം ഫയർഫോഴ്സ് സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. അത്തരത്തിലുള്ള നടപടികൾ എടുത്തതിന് ശേഷം ഇത് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടിട്ടാണ് ഇത്തരത്തിൽ തീ പടരാനുള്ള സാഹചര്യം. അതുപോലെ തന്നെ ഇത്തരത്തിൽ നഗരമധ്യത്തിലാണ് എറണാകുളം നോർത്ത് ടൗൺ ഹാളിന് സമീപം. അപ്പോൾ സമീപത്ത് 3ഓളം പെട്രോൾ പമ്പുണ്ട്, ഹോട്ടലുണ്ട്. അപ്പോൾ ഇതിന് നടുക്ക് ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ വേണ്ട വിധം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനു ശേഷം മാത്രമായിരിക്കും മേൽ നടപടികൾ സ്വീകരിക്കുക. ശരി നിതിൻ, എന്തായാലും ഈ ഒരു തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കടയ്ക്കുള്ളിലെ സാധനങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഈ സാധനങ്ങൾ മാറ്റുന്ന അവസരത്തിലാണ് വീണ്ടും തീ കത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത്. എന്തായാലും ഈ സാധനങ്ങളെല്ലാം പുറത്തേക്കിട്ടേ മതിയാവുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു കടയിൽ മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇത് വരും മണിക്കൂറുകളിലാണ് നമുക്ക് മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം പൂർണ്ണമായും ആ ഒരു ശ്രമം നടത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ കടയ്ക്കുള്ളിൽ ധാരാളം സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പുറത്തേക്ക് എടുക്കുകയുമാണ്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുമാണ്. പിന്നെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കടയ്ക്കുള്ളിലേക്ക് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിയായി നിന്നിരുന്നത് ഈ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചിരുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ കടയുണ്ടായിരുന്നത്. അത് പൊളിച്ച് അകത്തേക്ക് പ്രവേശിക്കുക ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ഫയർ ഓഫീസേഴ്സ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സ്ഥലത്ത് ഒരു സ്ഥിതി ശാന്തമാണ്. ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. തുടക്കത്തിലൊക്കെ നമുക്ക് വലിയ ആശങ്കയായിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഈ ഒരു തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ഒരു വലിയ അപകടത്തിലേക്കായിരിക്കും വഴിവെക്കുക. എന്തായാലും കൃത്യസമയത്ത് തന്നെ, അതായത് പുലർച്ചെ 3 മണിക്ക് പത്രം എടുക്കാൻ പോയ ആളാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യം തന്നെ കണ്ടത്. കൃത്യം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കാരണം അവർ കൃത്യസമയത്ത് സ്ഥലത്തെത്തിയത് കൊണ്ട് തീ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. അത് വലിയൊരു അപകടം ഒഴിവാക്കാൻ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും അവിടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാധനങ്ങൾ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ദൗത്യം. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്കൊക്കെ കടക്കുക.